എല്ലാവർക്കും പാമീസ് കിച്ചൻ വേളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കൊള്ളിക്കിഴങ്ങ് വെച്ചിട്ടുള്ളൊരു പുതിയ ഡിഷാണ്. പമ്മിയുടെ അപ്പൂപ്പൻ്റെ റെസിപ്പിയാണ്. പമ്മിയുടെ അപ്പൂപ്പനും അമ്മൂമ്മയും കൂടിയിട്ടാണ് നമുക്ക് വേണ്ടി ഇന്ന് തയ്യാറാക്കുന്നത്. നമുക്ക് നേരെ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. കപ്പയൊക്കെ എടുത്തോടെ റെഡി ആയിട്ടുണ്ട്. അപ്പം അമ്മ എന്താണ് ഇത്? കപ്പ തേങ്ങ ചിരണ്ടിയിട്ടിട്ടുള്ള ഒരു പുതിയൊരു വിഭവമാണ് ഇവിടെ ഉണ്ടാക്കാൻ പോണത്. അപ്പം അപ്പച്ച എങ്ങനെയാന്ന് വെച്ചാൽ പറഞ്ഞോ. കപ്പ 1 കിലോ, കപ്പ 1 കിലോ, തേങ്ങ 1 മുറി, 1 മുറി ചിരണ്ടിയത്, 3 പച്ചമുളക്, വേപ്പില കുറച്ച്, വെളുത്തുള്ളി കുറച്ച്, മഞ്ഞപ്പൊടി കുറച്ച്, ഉപ്പും വെള്ളവും ആവശ്യത്തിന് ഉപയോഗിക്കാം, ജീരകം കുറച്ച്. തേങ്ങ വെള്ളം ചേർക്കാണ്ട് അരച്ചെന്ന് വെച്ചാൽ അങ്ങനെ നല്ല അരക്കണ്ട, ഒന്ന് ഒതുക്കിയെടുക്കാം. അപ്പോൾ കലത്തിലേക്കാണ് അപ്പം കപ്പ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അമ്മ നമുക്ക് തുടങ്ങാം. പിന്നെ കപ്പ ഇടാൻ പോകണം. കപ്പ വേവിച്ചെടുക്കാം. ഒരു കിലോ കപ്പയ്ക്ക് എങ്ങനെ വെള്ളം എങ്ങനെയാണ്? വെള്ളം 2 ഗ്ലാസ്. അപ്പോൾ നമുക്ക് ഒന്ന് ഇളക്കിയിടാം. മഞ്ഞപ്പൊടിയും കപ്പയും വെള്ളം കൂടി ഒന്ന് മിക്സ് ആവാനാണ്. അപ്പോൾ ഇനി അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കിയിടണം. അപ്പോൾ കപ്പയിലേക്ക് വേണ്ട അരപ്പ് നമുക്ക് റെഡിയാക്കാം. വെളുത്തുള്ളി, ജീരകം, പച്ചമുളക്, വേപ്പില, തേങ്ങ ഇതൊക്കെ ഇട്ട് നമുക്ക് വെറുതെ ഒന്ന് അങ്ങോട്ട് കറക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് അരച്ച് കിട്ടുന്നത്. തിളച്ചിട്ടുണ്ട്, നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പൽപ്പം കുറവാണ്, ഉപ്പൽപ്പം ഉണ്ട്. കപ്പ വെന്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം കൂടുതലാണെങ്കിൽ കപ്പയുടെ വേവ് അനുസരിച്ചാണ് വെള്ളം ഒഴിക്കുക. വെള്ളം കൂടുതലാണെങ്കിൽ ലാസ്റ്റ് വെന്ത് കഴിയുമ്പോൾ ഊറ്റിക്കളയാം. ഇതിപ്പോൾ ഊറ്റാനുള്ള പരുവത്തിലുള്ള വെള്ളമില്ല, വേഗണ കപ്പയാണ്. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് അതിൽ തേങ്ങ മിക്സ് ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കാം. ഇനി നമുക്കൊരു തുള്ളി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ടേസ്റ്റ് ഒന്നും കൂടി കൂടും. ഇളക്കൊക്കെ ഒരുവിധമായി. ഇനി നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കും. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്കതിനെ എടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് ടേസ്റ്റ് നോക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതെന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പറായിട്ടുണ്ട്. ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വെറൈറ്റി വീഡിയോസ് ആയിട്ട് ഫാമിയുടെ ഫാമിലി ഇനി വരുന്നതായിരിക്കും. ബൈ ബൈ. ബൈ ബൈ.